സകലമാന ജീവിത ദുരിത തടസ്സങ്ങളും യേശുക്രിസ്തുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിക്കൊണ്ട് ദൈവം നാം മഹത്വപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവരെ, ജോലിയില്ലാത്തവര്, വഴിയില്ലാത്തവര്, വെളിച്ചമില്ലാത്തവരെ, കർത്താവേ, പലതരത്തിൽ പരീക്ഷകൾ എഴുതിയതിനു ശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വന്ന റിസൾട്ടിൽ കർത്താവേ, അവർക്കുണ്ടായിരിക്കുന്ന ആവശ്യമായ യോഗ്യതയില്ലെങ്കിൽ അത് നടപടിക്രമങ്ങൾ എത്രയും വേഗം കർത്താവേ അവരെ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളോടത്ത് വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും ഓട്ടിസം പോലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി രോഗികളുള്ളവരുടെ മേൽ അടിപ്പിട പോലെ വൈതാക്രം പോലെ ദൈവികമേ കർത്താവ് ദൈവിക ശക്തി ഓട്ടിസം രോഗികൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ശക്തി പ്രാർത്ഥനയിലും ആരാധനയും ശക്തിയാൽ ഹൈപ്പർ ആക്ടിവിറ്റിയിലെ കുഞ്ഞുങ്ങളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാമനോരോഗികളും മദ്യപാന ആസക്തികളാൽ വിഷമിക്കുന്നവരും പല പോസ്കോ കേസ് മൂലം കേസിലൊക്കെ അപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് മാനസാന്തരത്തിനുണ്ടാകുകയും അത് വിടൂരുണ്ടായാലും പൊതുജീവിതത്തിലേക്ക് അവരെ തിരികെ വരുവാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. സ്തുതികട ഹല്ലേലൂയ 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 മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അറിവോടെ എന്നെ നോക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ജോലിയില്ലാത്ത സ്ഥലത്ത് പ്രാർത്ഥന ചെയ്യേ, സാമ്പത്തിക ബാധ്യതകളും ജപ്തി നടപടികളും നേരിടുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥന ചെയ്യേ, വിവാഹത്തിൽ പിരിഞ്ഞു നിൽക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, വർഷങ്ങളായി ഞങ്ങൾ നടത്തുന്ന ആരാധനയിലും അതിനേക്കാളുപരി ജോബ്മാൻ റാലിയിലും കർത്താവെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള് കർത്താവെ അവിടെ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജീവിക്കാൻ മാർഗമില്ലാത്തവരും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുമെന്ന് ഓർത്ത് പേടിക്കുന്നവരും എൻ്റെ കർത്താവ് എല്ലാ തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഓപ്പറേഷൻ നേരിടുന്നവരെ, ആശുപത്രി ഓപ്പറേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേഷനിൽ ആശുപത്രി കഴിയുന്നവർ കർത്താവ്, ഇനിയും ടെസ്റ്റുണ്ട്, റീ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെ വേദനിച്ച് കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ടെസ്റ്റിന് ഓരോരോ ടെസ്റ്റിന് ശരീരത്തിന് ഓരോ ഭാഗങ്ങൾ കൊടുത്തിട്ട് ടെസ്റ്റ് കുഴപ്പത്തിലാകുമെന്ന് ഓർത്തിന് ആദ്യം കൊണ്ട് വേദനിക്കുന്നവരുടെ വേദനകൾ ഞാൻ പ്രാർത്ഥനയായി അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ തെറ്റായ ബന്ധങ്ങളിലും പ്രണയത്തിൽ ചെന്ന് അകപ്പെട്ടിട്ട് തല ഊരാൻ പറ്റാതിരിക്കുന്ന കുടുംബ സമാധാനം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ പോയിരിക്കുന്ന അവസ്ഥകൾ കർത്താവെ, കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവരെ അവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ പരമോന്നത യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അറിവോടെ എന്നെ നോക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. കാലഭേദങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് കാലഭേദങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് അതിജീവനത്തിൻ്റെ ഒരു നിയോഗമാണ് ഉടമ്പടിയിൽ വെക്കേണ്ടത്. അതിജീവനം എന്താണ്? ആത്മാവിനെ അടിസ്ഥാനപ്പെടുത്തി നിയോഗം വെക്കുമ്പോഴാണ് അതിജീവനമാകുന്നത്. എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് എന്തെല്ലാം കിട്ടും എന്ന് നമ്മളൊരു പട്ടിക പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മെച്ചമായ സംഭവത്തിനല്ലേ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് എന്തെല്ലാം കിട്ടും? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടും. വീട്, ജോലി, വിവാഹം, വിസ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, മനുഷ്യനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളുടെ മെറിറ്റിൽ വർക്ക് ചെയ്യാത്തത്. ഉടമ്പടിയുടെ രീതി എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെപ്പോഴും മറന്നു പോകരുത്. അതിനാണ് ഉടമ്പടി. പലർക്കും മെറിറ്റിൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മെറിറ്റിലുള്ള ആൾക്കാരും വന്ന് ഉടമ്പടി ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അത് ഉടമ്പടി ചെയ്തില്ലെങ്കിൽ അവർക്ക് കിട്ടും. അതായത് ദേ ഹാവ് ദ മെറിറ്റ്, അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. നമ്മുടെ മെറിറ്റിൽ ഒതുങ്ങാത്ത ജീവിത പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മൾ ബൈബിളിൻ്റെ ഫോർമുല ജീവിതത്തിലേക്ക് എടുക്കുന്നത്. എന്താണ്? നിൻ്റെ യോഗ്യത കൊണ്ടല്ല, അതാണ് എപ്പോഴും വരണം. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട്. അതാണ് ഉടമ്പടിയുടെ അടിസ്ഥാനം. ഞാൻ എല്ലാ ഉടമ്പടി ധ്യാനത്തിലും അത് പറയും. കാര്യം അത് തലമറന്ന് നമുക്ക് എണ്ണതാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതാണല്ല ഉടമ്പടിയുടെ അടിസ്ഥാനം. ആദ്യം വെളിപ്പെടുത്തിയ വചനം അതാണ്. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എഫേസ്യോസ് 2:8. എഫേസ്യോസ് 2:8. വിശ്വാസം വഴി പറഞ്ഞേ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ദൈവം ജനിതകമായ കഴിവുകൾ നൽകിയത് കൊണ്ട് ആ കഴിവുകൾ പണമാകാം, സ്വാധീനമാകാം, ആരോഗ്യമാകാം. അത് വെച്ച് നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. പറ്റാത്തതിൻ്റെ കാരണം നമുക്ക് കഴിവില്ലാത്ത കൊണ്ടല്ല, നമ്മളെക്കാൾ ഉള്ളത് കൊണ്ടും അതേസമയം തന്നെ ഇതിൻ്റെ ചാൻസ് കുറവായത് കൊണ്ടാണ്. പലപ്പോഴും നമുക്കിത് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇപ്പം ചിലർക്ക് എന്തിനാണ് നീ എന്തിനാണ് നീ MBBS എടുക്കണത്, MD എടുക്കണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില സംബന്ധിച്ചിടത്തോളം അത് ജോലിയെടുത്ത് പണം ഉണ്ടാക്കാനല്ല.
അവർക്ക് സ്റ്റാറ്റസിന് വേണ്ടിയാണ് അത് ചെയ്യണത്. പല ആൾക്കാർ MBBS MD ഒക്കെ എടുക്കുന്നത് ഒരു സ്റ്റാറ്റസിനാണ്. കാര്യം എന്താണ്, അവിടെ വീട്ടിൽ 400 ഏക്കർ റബ്ബർ, 5000 ഏക്കർ ഏലമൊക്കെ ഉണ്ട്. അവർക്ക് ആവശ്യമില്ല, അവർക്ക് പണത്തിൻ്റെ ആവശ്യമില്ല. അവർക്കത് പൈസ എവിടെയെങ്കിലും പോയി ജോലി എടുത്തിട്ട് കുറച്ച് ശമ്പളം മേടിക്കണമെന്ന് ആവശ്യമില്ല അവർക്ക്. പക്ഷേ അവർക്ക് അതേസമയം തന്നെ ഒരു സ്റ്റാറ്റസ് വേണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള ജീവിക്കണതാണ് പ്രശ്നം, അല്ലേ? ജീവിക്കണതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ടി വരുന്നു. ചിലർക്ക് ആഡംബരത്തിന് ഒരു ഡിഗ്രി എടുക്കുന്നു, ചിലർ അത്യാവശ്യത്തിന് എടുക്കുന്നു. അപ്പോൾ ഈ അത്യാവശ്യക്കാരന് പക്ഷേ യോഗ്യത ഇല്ലെങ്കിൽ പിന്നെ എന്താ മാർഗം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പിന്നെന്താണ്? ഗ്രേസാണുള്ളത്. ഈ ഗ്രേസ് പറയുമ്പോഴാണ് നമ്മൾക്ക് പിന്നീട് ഹൗ ടു ടാപ്പ് ഗ്രേസ് എന്നുള്ള വിഷയം വരേണ്ടത്. ഇപ്പം നമ്മുടെ യോഗ്യതയല്ലേ, പിന്നെയുള്ള മാർഗം എന്താണ്? കർത്താവിൻ്റെ കൃപയാണ്. കർത്താവ് പീഡാനുഭവത്തിലൂടെ നേടിയെടുത്താണ് കൃപ. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. കൃപയും ഞാൻ എല്ലായിടത്തും ചെന്ന് പ്രസംഗിക്കുമ്പോൾ എല്ലാവർക്കും എന്നോട് വന്ന് പറയണത് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായി, കൃപയെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും പ്രത്യേകം മനസ്സിലായെന്ന് പറയും. എൻ്റെ ദൗത്യം അത് തന്നെയാണ്. കൃപ എപ്പോഴും, അനുഗ്രഹം എപ്പോഴും ഫിസിക്കൽ ബ്ലെസ്സിങ്സാണ്, ഫിസിക്കൽ ഫേവേഴ്സാണ്. അത് നമുക്ക് ലഭിക്കുമ്പോൾ ടെമ്പററിയാണ്. കുറച്ച് കഴിയുമ്പോൾ അത് പോവും, കുറച്ച് കഴിയുമ്പോൾ അവർ പോവും. ഇപ്പം നമ്മുടെ പൊട്ട് തന്നെ 17ാമത്തെ വയസ്സിൽ പൊട്ട് കുത്തിയ 70ാമത്തെ വയസ്സായ പൊട്ട് ഉറക്കത്തില്ല അവിടെ, അത് പോവും കുറച്ച് കഴിയുമ്പോൾ. എന്താ കാര്യം? അത് അഡ്ഹേസീവ് പവർ, ഈ തൊലിയുടെ അഡ്ഹേസീവ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അല്ലാത്ത പൊട്ടിട്ട് ചോദിച്ചാൽ പിന്നെ തൊലി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു പോവുകയും ചെയ്യും. ശരീരത്തിലൊന്നും അധികാരം ഉറക്കം നിൽക്കത്തില്ല ശരീരത്തിൽ. അതിങ്ങനെ കാലത്തിലൂടെ ശരീരം സഞ്ചരിച്ച് കഴിയുമ്പോൾ, വാർദ്ധക്യം പ്രാപിക്കുമ്പോൾ പല കാര്യങ്ങളും നിലനിൽക്കത്തില്ല. ബ്ലെസ്സിങ്സിൻ്റെ ഒരു കുഴപ്പം അതാണ്. ഇത് ബോഡി ഓറിയൻറ്റഡ് ആയിട്ടിരിക്കണ കാരണം പല കാര്യങ്ങളും നമുക്ക് 10 വയസ്സിൽ കിട്ടിരുന്ന ഒരു നാരങ്ങാമിഠായിയുടെ രുചി നിങ്ങൾ 50 വയസ്സിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. മിഠായി അത് തന്നെ ഇരിക്കും, പക്ഷേ രുചി നമുക്കുണ്ടാകുക, നാക്ക് മാറിപ്പോവും. 40 വയസ്സത്തിൻ്റെ വളർച്ചയിൽ നാക്കിന് രുചി അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് പോവും. ബ്ലെസ്സിങ്സിൻ്റെ ഒരു കുഴപ്പം അതാ, കിട്ടുന്ന അനുഗ്രഹം അനുഭവിക്കാൻ പറ്റത്തില്ല. അതാണ് വിഷയം. അതിൻ്റെ ഈ ട്രാജഡി, അപകടം മനസ്സിലാക്കണം. അനുഭവിക്കാൻ പറ്റാത്ത അനുഗ്രഹം കിട്ടിയിട്ട് കാര്യമില്ലാത്ത അപ്രസക്തമായി പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യന്മാർ, ഞാൻ എപ്പോഴും ചെയ്യണത്, റീപ്ലഗ് ചെയ്ത് നോക്കും ആൾക്കാരെ. എന്താണ്? ചില ആൾക്കാരുടെ ജീവിതം മുഴുവനും ഈ ബ്ലെസ്സിങ്സിന് വേണ്ടി മാത്രം ദൈവത്തിൽ ഇങ്ങനെ പ്ലഗ് ചെയ്തിരിക്കും. അപ്പോൾ എനിക്കറിയാം അവസാനം വരുമ്പോൾ ഇവനൊരു ശൂന്യത അനുഭവപ്പെടും. അത് കാരണം എന്തു ചെയ്യും? ഇപ്പം തന്നെ എടുത്ത് റീപ്ലഗ് ചെയ്യും. എന്തു ചെയ്യും? അനുഗ്രഹത്തിൻ്റെ നോബിൽ നിന്ന് ഞാൻ മാറ്റിയിട്ട് കൃപയുടെ നോബിലേക്ക് കുത്തും. കൃപയുടെ നോബിലേക്ക് കുത്തുന്ന കൃപയ്ക്ക് ഉണ്ടാകുന്നൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് നേടാൻ പറ്റും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അനുഗ്രഹം എന്ന് പറഞ്ഞ സംഭവത്തിലാണ് നിങ്ങൾ ഈ നടക്കണമെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ സൈഡ്ലൈൻ ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. കാരണം ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്ന ഭൗതിക ആനുകൂല്യങ്ങൾ നേടാൻ യേശുക്രിസ്തുവിൻ്റെ ആവശ്യമില്ല. എന്താ കാര്യം? യേശുക്രിസ്തുവിന് മുമ്പുള്ള ആൾക്കാർക്ക് ജോലി ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, ഇല്ലേ? അവർ പെണ്ണ് കെട്ടുമായിരുന്നു, അവർക്ക് മക്കളെ കിട്ടുമായിരുന്നു. എന്താ കുഴപ്പം? അപ്പോൾ ഇതൊക്കെ മനുഷ്യന്മാർക്ക് പണ്ടേ ഉള്ളതാ, ദൈവം ജനിച്ചപ്പോൾ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അത് കെട്ടിയെടുത്ത് ആരും യേശുക്രിസ്തുവിൻ്റെ പെണ്ണിലേക്ക് കയറി അനുഗ്രഹം ഉണ്ടാക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്ന ജീവിതത്തിന്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം കിട്ടിയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
യോഹന്നാൻ 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഉടമ്പടി എപ്പോഴും ലക്ഷ്യം വെക്കുന്നത്, നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, കൃപ എന്ന് പറയണത് എന്താണ്? ഈശോയുടെ നാമത്തിൽ ലഭിക്കുന്നതാണ്. എന്താ കാര്യം? ഈശോയാണ് കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വരപ്രസാദം സൃഷ്ടിച്ചിരിക്കുന്നത്. കൃപ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ്. പക്ഷെ ആ പവർ നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രസാദത്തിലൂടെയാണ്. ദൈവം എല്ലാ കാര്യങ്ങളിലും പ്രസാദിക്കുന്നില്ല, അതാണ് കുഴപ്പം. നമ്മൾ കാണിക്കുന്ന പല അഭ്യാസങ്ങൾ കൊണ്ടും ദൈവം പ്രസാദിക്കണില്ല. കൂടുതൽ വെച്ച് അമ്മ പറഞ്ഞത് എന്താണെന്നറിയാവോ? ഡയബോളിക് പേഴ്സണാലിറ്റികളെ ഉടമ്പടി എടുപ്പിക്കരുതെന്നാണ് പറഞ്ഞത്. ഡയബോളിക് പേഴ്സണാലിറ്റികളെ ഉടമ്പടി എടുപ്പിക്കരുത്. ദ പേഴ്സൺ മസ്റ്റ് ബി ആൻ ഇൻ്റഗ്രേറ്റഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലാത്ത സിംഗിൾ പേഴ്സണെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാവുന്ന എന്നുവെച്ചാൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. ഇങ്ങനെ അമ്മ കുറേ കാര്യങ്ങൾ ആ 5 ദിവസത്തിനുള്ളിൽ പറഞ്ഞു. 5 ദിവസം മുഴുവൻ ഞാൻ ഈ ധ്യാനത്തിലും പ്രാർത്ഥനയും തന്നെയായിരുന്നല്ല. അപ്പോൾ പറഞ്ഞ ദൈവിക രഹസ്യങ്ങളാണ്. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കരുത്. എന്താ കാര്യം? ഉടമ്പടി ഒരു സിംഗിൾ പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്, പേഴ്സൺ ടു പേഴ്സൺ. നീ ഒരു പേഴ്സൺ, ഒരു വ്യക്തി, ദൈവം ഒരു വ്യക്തി. നീ പല വ്യക്തിയും ദൈവം ഒരു വ്യക്തിയുമാകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പിടിയിടിയ ചില ആൾക്കാർ പല വ്യക്തികളാണ്. ഈ പല വ്യക്തികൾക്ക് വന്നിട്ട് ഒരു വ്യക്തിയുടെ രൂപത്തിൽ വന്നിട്ട് ദൈവത്തിനൊക്കെ ഒന്ന് ഉടമ്പെടുക്കാൻ പറ്റത്തില്ല. അതെന്താ കാര്യം? എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നീ സിംഗിൾ പേഴ്സൺ അല്ല, പല വ്യക്തികളാണ്. എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? എൻ്റെ ആ ബിസിനസ് കാര്യത്തിൽ നീ ഇടപെടരുത്. അത് എൻ്റെ കാര്യവും എൻ്റെ ലാഭവും എൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അവിടെ എൻ്റെ കള്ളക്കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കയറി നീ കളിക്കരുത്. അവിടെ നിനക്ക് സ്പേസ് ഇല്ല. അതാണ് വിഷയം. പ്രേക്ഷിത വേലകളൊക്കെ ചെയ്യുമായിരുന്നു. ഉടമ്പടി പത്രം എല്ലാവർക്കും കൊണ്ടു കൊടുക്കുകയും ഒക്ടോബർ മാസത്തിൽ തമിഴ് പത്രവും മേടിക്കുമായിരുന്നു. അതുകൊണ്ട് കൊറ്റിപ്പള്ളിയിൽ വരുന്ന, കോയമ്പത്തൂരിൽ നിന്നും അവിടെ നിന്നൊക്കെ വരുന്ന തമിഴന്മാരെല്ലാം മക്കൾക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഭക്ഷണങ്ങളൊക്കെ 9 പൊതി 10 പൊതിയൊക്കെ ചോറ് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ പൈസയൊക്കെ രോഗികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൈസകൾ കൊടുക്കും. പിന്നെ ഞാൻ എന്നും യൂട്യൂബിൽ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ എന്നും യൂട്യൂബിൽ വെച്ചാണ് സാക്ഷ്യങ്ങൾ എന്നും കേൾക്കുമായിരുന്നു. സാക്ഷ്യങ്ങൾ എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കും. ഞാൻ വേളാങ്കണ്ണിയിലേക്ക് പോകാൻ എനിക്കൊരു അവസരം വന്നു. അപ്പോൾ ജോസഫച്ചൻ പറയുമായിരുന്നു, കൊന്ത ചൊല്ലി അച്ഛൻ മാതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാനും എന്നും 33 കൊന്തയും ഒക്കെ ജമാല എത്തിക്കുമായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു, അച്ഛന് മാതാവിനെ കൊണ്ടുവന്നെങ്കിൽ എൻ്റെ മാതാവേ, എനിക്ക് മാതാവിനെ അവിടെ വരുമ്പോൾ ഒന്ന് കാണാൻ കൃപ തരണേന്ന് പ്രാർത്ഥിച്ചു. നിത്യാരാധനാലയത്തിൽ പോയിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ അവിടെ തിരുവോസ്തിയിൽ ശരിക്കും മാതാവിൻ്റെ മുഖം ഇങ്ങനെ വട്ടം കറങ്ങി എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അനിയത്തിയോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവരാരും ഇത് കണ്ടില്ല. ശരിക്കും എനിക്ക് മാതാവിനെ ശരിക്കും ഇങ്ങനെ തിരുവോസ്തിയിൽ തെളിഞ്ഞ് കാണാമായിരുന്നു. അങ്ങനെ ഞാൻ രാധാമണി വിശ്വനാഥൻ കടനാട്ടിൽ നിന്ന് വരുന്നു. 2022 സെപ്റ്റംബർ 30 ഉടമ്പടി എടുക്കാൻ വന്നു. ഉടമ്പടി നിയോഗം വെച്ചത് കുറച്ച് നാളായിട്ട് വീട്ടിൽ ഇച്ചിരൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മാറി നിൽക്കുമായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി എടുത്ത് ഫലമായിട്ട് 13ാമത്തെ ദിവസം എന്നെ മോൻ വിളിച്ചു, മമ്മി എവിടെയാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വന്നു. ഇപ്പം സുഖമായിട്ട് മക്കളുടെ ജീവിക്കുന്നു. പിന്നെ
ഇവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പം എൻ്റെ മോള് 35 വയസ്സുള്ളതാണ്. ഹാർട്ടിന് അസുഖമുള്ള കൊച്ചായിരുന്നു. അതിന് കല്യാണം കഴിക്കത്തില്ല ഡോക്ടർ പറഞ്ഞു. എന്നാലും നല്ലൊരു ആലോചന വരണേ, അമ്മ മാതാവിൻ്റെ അടുത്ത് കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവൾക്കൊരു ജീവിത പങ്കാളിയെ കിട്ടി. പെട്ടെന്ന് തന്നെ 2 മാസം കൊണ്ട് കല്യാണം നടന്നു. അങ്ങനെയൊക്കെ നടന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. കാഞ്ഞിരപ്പള്ളി കെട്ടിച്ചു. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ അവൾക്ക് അസുഖങ്ങളൊക്കെ വന്നു. ഹാർട്ടിന് അസുഖമുണ്ട്. എറണാകുളത്ത് നിന്നായിരുന്നു ചികിത്സ. ജലദോഷം കൂടി, ബ്ലഡ് ഛർദ്ദിച്ചു. കാഞ്ഞിരപ്പള്ളി ESRലായിരുന്നു ഞാൻ. അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പും തേനും എല്ലാം കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ICU കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തേക്കാന്നൊക്കെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. കല്യാണമെല്ലാം കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എനിക്ക് എൻ്റെ തലയിൽ 2-3 മുഴയുണ്ടായിരുന്നു, കയ്യേലുണ്ടായിരുന്നു, തലയ്ക്കുണ്ടായിരുന്നു 2 മുഴ മാറിക്കിട്ടി. പിന്നെ കൊച്ചുങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്തോ അവിടെ അടുത്തൊരമ്മച്ചിക്ക് കാലെ തൊലി പോയി 1 രൂപ വട്ടത്തിൽ പഴുത്ത് വർണ്ണമാകുമായിരുന്നു. അത് അവർ 200 രൂപ കൊടുത്ത്